നമസ്കാരം. പല രാജ്യങ്ങളിലായി ലോകത്ത് പലയിടങ്ങളിലും അധോലോക മയക്കുമരുന്ന് ബന്ധങ്ങളുള്ള മൂവാറ്റുപുഴ സ്വദേശി എഡിസന്റെ കഥ ഓരോ ദിവസവും കൂടുതലായി പുറത്തു വരികയാണ്. നാളെ എഡിസനെയും സുഹൃത്തുക്കളും സഹായികളുമായ അരുൺ തോമസ്, കെ ഡിയോൾ, ഭാര്യ അഞ്ജു ഡേവിസ് എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ അറിയാ കഥകൾ കൂടുതലായി പുറത്തുവരുമെന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥരുടെ നിഗമനം. തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ആദ്യം എഡിസനെയും പിന്നീട് മറ്റു പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് എൻസിബിയുടെ തീരുമാനം. കോളേജിൽ തുടങ്ങിയ പ്രതികളുടെ സൗഹൃദം ലഹരി വഴിയിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. വിദേശത്ത് നിന്ന് വൻതോതിൽ ലഹരി വാങ്ങി പാഴ്സൽ വഴി ഇടപാടുകാർക്ക് വിതരണം ചെയ്യുകയാണ് എഡിസൺ ചെയ്തിരുന്നത്. ആഗോള LSD വിതരണക്കാരായ സോയു ഗ്യാങ്ങിൽ നിന്നാണ് LSD മറ്റും വാങ്ങിയിരുന്നത്. എഡിസണിൽ നിന്ന് ലഹരി വാങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വീടുകളിലും ഇതിനോടകം NCB പരിശോധന നടത്തി. എഡിസൺ ആഗോള ലഹരി ഇടപാട് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് NCB വ്യക്തമാക്കുന്നത്. 2021 മുതലാണ് ലഹരി ഇടപാടുകൾ ഇയാൾ തുടങ്ങിവെച്ചത്. ഡാർക്ക് നെറ്റ് വഴി ആദ്യം സ്വന്തം ആവശ്യത്തിനായിരുന്നു മയക്കുമരുന്ന് വാങ്ങിയത്. പിന്നീട് കെറ്റാമലോൺ എന്ന പേരിൽ ലഹരി ഇടപാട് ശൃംഖല ഒരുക്കിയായിരുന്നു വിൽപ്പന. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ മാതൃകയാക്കിയായിരുന്നു ഇയാളുടെ പ്രവർത്തനം. അതായത് കൃത്യസമയത്ത് പാഴ്സലുകളായി മയക്കുമരുന്ന് എത്തിക്കുകയും പാഴ്സലുകൾ നഷ്ടപ്പെട്ടാൽ അതിന് നഷ്ടപരിഹാരം നൽകുന്നതുമായിരുന്നു എഡിസന്റെ രീതി. ഇത് ഇടപാടുകാരിൽ കൂടുതൽ വിശ്വാസം നൽകി. 2023 കൊച്ചി ഫോറിൻ ഓഫീസിൽ പിടിച്ചെടുത്ത കെറ്റാമിനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഡിയോളിലേക്കും ഭാര്യയിലേക്കും അന്വേഷണം എത്തിയത്. ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയെന്ന കേസിലാണ് ഇടുക്കി പീരുമേടിന് സമീപം പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമയായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരെ NCB അറസ്റ്റ് ചെയ്യുന്നത്. ഡിയോളും എഡിസണുമായി അടുത്ത ബന്ധമുള്ളതാണെന്നാണ് വിവരം. ഇതോടെയാണ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തിയത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. എഡിസണിലൂടെ ലഹരി വാങ്ങിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടൻ അറസ്റ്റിലാകുമെന്നാണ് വിവരം. കെറ്റാമലോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ലഹരി വാങ്ങിയവരെക്കുറിച്ചുള്ള സൂചനകളും NCBക്ക് ലഭിച്ചത്. ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗംഗാദിൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ ഡോക്ടർ സ്യൂസ് എന്നിവയിലെ അംഗങ്ങളെ പിടികൂടാനും നടപടി ആരംഭിച്ചിട്ടുണ്ട്. കൊറിയർ സ്ഥാപനങ്ങൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ എഡിസണും കൂട്ടാളികളും അയച്ച പാഴ്സലുകളുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയാണ് ഇത് അയച്ചിരുന്നത്. NCBയുടെ വിവിധ യൂണിറ്റുകൾ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്തി ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് സൂചന. എഡിസന്റെയും കൂട്ടാളികളുടെയും വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നു വരികയാണ്. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. എഡിസണും അരുൺ തോമസിനും പിന്നാലെ അറസ്റ്റിലായ വാഗമണ്ണിലെ റിസോർട്ട് ഉടമകളായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരുടെ ഓസ്ട്രേലിയൻ ഇടപാടുകളിലും പരിശോധന നടക്കുകയാണ്. കെറ്റാമലോൺ മയക്കുമരുന്ന് ഇടപാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സാമ്പട മയക്കുമരുന്ന് ശൃംഖലയിലെ അംഗങ്ങളെയും NCB ചോദ്യം ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരിമരുന്ന് കാർട്ടലാണ് സാമ്പട. 2023 സാമ്പട അംഗങ്ങളെ NCB പിടികൂടിയിരുന്നു. ഇന്ത്യ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തിയിരുന്നയാളും ഇതിലുണ്ടായിരുന്നു. കെറ്റാമലോണുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. എഡിസൺ, സുഹൃത്ത് അരുൺ തോമസ് എന്നിവരെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ ലഭിച്ചേക്കും. സമാനമായി മറ്റൊരു കേസിൽ അറസ്റ്റിലായി കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന വാഗമണ്ണിലെ റിസോർട്ട് ഉടമകളായ ഡിയോളും ഭാര്യ അഞ്ജു എന്നിവരെയും കസ്റ്റഡിയും വാങ്ങും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. ഡാർക്ക് നെറ്റിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഡോക്ടർ സ്യൂസിൽ നിന്നും പാഴ്സൽ വഴിയാണ് എഡിസൺ LSD സ്റ്റാമ്പുകൾ എത്തിച്ചിരുന്നത്. തുടർന്ന് കെറ്റാമലോൺ വഴി ബന്ധപ്പെടുന്നവർക്ക് പാഴ്സലുകൾ അയക്കുകയായിരുന്നു പതിവ്. ക്രിപ്റ്റോ കറൻസിയായ മൊനേറോയിലായിരുന്നു ഇടപാടുകൾ. എഡിസനെയും കൂട്ടാളിയെയും പിടികൂടിയതിന് പിന്നാലെ രാജ്യവ്യാപകമായി പരിശോധന നടക്കുകയാണ്. മയക്കുമരുന്ന് ശൃംഖലയുടെ തലവൻ എഡിസൺ ആണെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിലെ കണ്ടെത്തൽ. 2 വർഷമായി ഇതുവഴി ഇയാൾ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നു. 4 മാസം നീണ്ട മെലോൺ ദൗത്യത്തിനൊടുവിലാണ് NCB കൊച്ചി യൂണിറ്റ് കെറ്റാമലോൺ ശൃംഖല തകർത്തതും എഡിസനെ പിടികൂടുന്നതും.